നമുക്കറിയാം ബാലസൗഹൃദമാക്കണം പള്ളി എന്നാണല്ലോ നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഈ പള്ളിയിൽ കുട്ടികൾ വരുമ്പോൾ അത് വലിയ പ്രയാസവും പ്രശ്നവും ഒക്കെ ആവുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കുട്ടികളെ എടുത്തുകൊണ്ട് നമസ്കരിക്കുന്ന അതിന് നമസ്കരിക്കാൻ പറ്റുമോ? നമസ്കാരം അതിന് പ്രയാസം പറ്റുമോ? നമസ്കരിക്കുന്ന ഉമ്മമാർക്ക് കുട്ടികളെ ഒക്കത്ത് വെച്ചിട്ടും കയ്യിൽ പിടിച്ചിട്ടും ഒക്കെ നിസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് തന്നെ ഖുതുബ പറയുമ്പോഴൊക്കെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരൊക്കെ പള്ളിയിലേക്ക് ഇറങ്ങി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് അവരെ എടുക്കുകയൊക്കെ ചെയ്തതെന്നും ഹദീസുണ്ട്. അപ്പോൾ കുട്ടികൾ പള്ളിയിൽ വരിക എന്നത് റസൂലിന്റെ കാലം മുതലേ ഉള്ളതാണ്. അത് പാടില്ല എന്ന് വിലക്കാൻ പാടില്ല. മാത്രമല്ല കുട്ടികൾക്ക് പള്ളിയായിട്ടൊരു ബന്ധം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിന് പള്ളിയിൽ സൗകര്യം ഉണ്ടാക്കണം. അതെ, അത് നിസ്കരിക്കാൻ തന്നെ അവർ വന്നോട്ടെ. കളിക്കാനുള്ള സൗകര്യങ്ങൾ വേറെ ഉണ്ടാക്കാന്നുള്ളതിനൊപ്പം തന്നെ പള്ളിയിൽ തന്നെ വരികയും കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇവിടെ സംസാരിക്കാൻ പാടില്ല, കളിക്കാൻ പാടില്ല, ഇത് നിസ്കാര സമയമാണെന്നുള്ള ചെറിയ മക്കൾക്കൊക്കെ തിരിയും. നമ്മൾ കാണുന്നില്ല, മനസ്സിലാവും. ചില കുട്ടികളുണ്ടാവും അത് പ്രകൃതിയാ അങ്ങനെ തന്നെ ആയിരിക്കും. പാപ്പ പറഞ്ഞാലും കേൾക്കൂല, ഉമ്മ പറഞ്ഞാലും കേൾക്കൂല. അവരിങ്ങനെ പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ ഓടലും ചാടലും അടിക്കലും പൊടിക്കലും ആയാലും എല്ലാവരും നിസ്കാരത്തെയും അത് ഭക്തിയെ ബാധിക്കും, ഖുശൂവിനെ ബാധിക്കും. അത്തരം കുട്ടികളെ മാതാപിതാക്കൾ നിയന്ത്രിക്കുകയും ചെയ്യണം. എന്നാൽ ഇമാം ഒരു ഒറ്റ കുട്ടീനെ ഇനി പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല, അല്ലെങ്കിൽ ഓന്റെ കുട്ടിനെ എന്താ കൊണ്ടുവരാൻ സംഭവിച്ചു, ഇവന്റെ കുട്ടിനെ എന്താ കൊണ്ടുവന്ന്, അങ്ങനത്തെ തർക്കത്തിന് അവിടെ സ്ഥാനമില്ല. യഥാർത്ഥത്തിൽ നമസ്കരിക്കുന്നവരുടെ ഭക്തി, അവരുടെ നമസ്കാരത്തിൽ ഉണ്ടായിരിക്കേണ്ട ഖുശൂവിനെയൊക്കെ നമ്മൾ മാനിക്കണം. അത് നിസ്കാരത്തിന്റെ പ്രധാന ഘടകമാണ്. ഒരാൾക്ക് കുട്ടികൾ ഒരു മുമ്പ് കൂടി ഇങ്ങനെ പരക്കം പായി ഒച്ചയും മുടി അവിടെ അടിച്ച് ഇവിടെ പൊളിച്ച് അങ്ങനെ ആകുമ്പോൾ നിസ്കാരത്തിൽ ഖുശൂ കിട്ടൂല. കുട്ടി കരഞ്ഞാൽ പോലും കിട്ടൂല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരച്ചിൽ കേൾക്കുമ്പോൾ പെട്ടെന്ന് നിസ്കാരം അവസാനിപ്പിച്ചത് അതുകൊണ്ടാണ് എന്ന് വിചാരിച്ച് എല്ലാ കുട്ടികളും അങ്ങനെയാണ് മനസ്സിലാക്കി ഒറ്റ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള. അപ്പോൾ ഇവിടെ ഒരു മിതമായ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. കുട്ടികളുള്ള രക്ഷിതാക്കളാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ട മുൻകരുതൽ എടുക്കുകയും ചെയ്യേണ്ടത്. എന്നിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്.